മധുരഗാനമാ കിട്ടിയത്. അത് പഠിച്ചു വെച്ചിട്ടുണ്ടോ ഓൾറെഡി? റെഡി ആണോ? ഏതാ പാട്ട്? ഓ ഗുഡ് ഗേൾ. അതെ, സൂപ്പർ ഫാസ്റ്റ്. നമുക്ക് കേൾക്കാൻ റെഡി അല്ലേ നമ്മളെല്ലാരും? അപ്പൊ നമ്മുടെ പ്രേക്ഷകരും റെഡി ആണെന്ന് എനിക്കറിയാം. എല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ദ്വിതിക്കുട്ടിക്ക് വോട്ട് ചെയ്യണേ. ദ്വിതിക്കുട്ടി പോയി പാട്ട് പാടാൻ റെഡി ആയിട്ട് വായോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ദ്വിതിക്കുട്ടാ. യെസ്. എന്തോ പഴുത്ത മുഴുത്ത ചാമ്പയ്ക്ക ഞാൻ പറിച്ചങ്ങ് തിന്ന്. ഇപ്പൊ വയറ് നിറഞ്ഞാട്ടോ. ആണോ? ആ, ഇത്രയും പെട്ടെന്ന് വയറ് നിറയുന്നു വിചാരിച്ചല്ല. ചാമ്പയ്ക്ക തിന്നാ വയറ് നിറയോ? ഇങ്ങനത്തെ തിന്നാ നിറയായിരിക്കും. എത്ര തിന്ന് അറിയാമോ? ഈ പാട്ടിൽ മൊത്തം ചാമ്പയ്ക്കായിരുന്നു. അത് പഴുത്തതും മുഴുത്തതും. പറിച്ച് തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ എന്നാണ്. എനിക്ക് ഒത്തിരി ചിറക് തന്നു പാട്ട്. ചിറകില്ലാണ്ട് തന്നെ തിന്നു കുറെ. ഒരു രക്ഷയില്ല. ഇതെങ്ങനെ?
ഒരു വലിയ നമസ്കാരം, അല്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കൺസീവ് ചെയ്യുന്നത് ഐ റിയലി ഡോണ്ട് നോ. ഷെല്ലേ ഇതെങ്ങനെ? അറിയില്ല, അവളായിട്ട് പഠിക്കുവാണ്. വാട്ട് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ്? അവള് പാട്ട് വെക്കും, അത് കൂടെ പാടും. പഠിക്കും, ഒറ്റയ്ക്ക് പഠിക്കും. പഠിച്ചു. ഒറ്റയ്ക്ക് മൊത്തം ഒറ്റയ്ക്ക്? ഇതെങ്ങനെ? ഇപ്പൊ ഞാൻ ആരോട് പോയി ചോദിക്കും? അച്ഛനടുത്ത് ചോദിച്ചിട്ട് അച്ഛന് ഉത്തരവില്ല, മോളോട് ചോദിച്ചിട്ട് ഉത്തരവില്ല, ഇനിയിപ്പോ മേളോട്ട് നോക്കി ചോദിക്കണം. ഈശ്വര, ഇത് എങ്ങനെ? നാച്ചുറൽ ടാലന്റ് ആണ് അല്ലേ? റൂംമേറ്റ്സ് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അത് കാര്യമാണ്. അതാണ് പഠിപ്പിക്കുന്നത്. അവരാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാലും എന്തുമാതിരി പാടണ്ടേ സ്റ്റേജില് ഇത്ര ക്ലിയർ ആയിട്ട്? ഈ ഉടുപ്പിലാണെങ്കിൽ 3 പേരെ കൊള്ളും കേട്ടോ. അത് നല്ലൊരു ഗ്ലും ഗ്ലും ഉടുപ്പ്. എനിക്ക് തോന്നിയത് എന്താ അറിയോ മിനുട്ടി, ദ്യുതി പാടിയെക്കാട്ടിലും ഉടുപ്പാണ് പാടിയത്. ഉടുപ്പ് കംപ്ലീറ്റ് ബിസി ആയിരുന്നു. ഈ പാട്ടിന്റെ ഇടയ്ക്ക് ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഴുത്തുവല്ലോ പഴുത്തുവല്ലോ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അന്ന് പാടി കേൾപ്പിക്കാമോ? പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. അത് ഈ നോർത്തേൺ ഇതില് തിന്നാൻ എന്ന് പറയില്ല, തിന്നാൻ എന്ന് പറയില്ല. അത് പറഞ്ഞിരുന്നു. അത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാണോ? ഗ്രൂമേഴ്സ് പഠിപ്പിച്ചാണോ? തിന്നാൻ എന്ന് പറയും. തിന്നാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കുട്ടി. ഞങ്ങളുടെ അവിടെ തിന്നാൻ എന്നാണ് പറയാ, തിന്നാൻ എന്ന് പറയില്ല. ദ്യുതിയുടെ നാടിന്റെ ശൈലിയിൽ ആണല്ലേ തിന്നാൻ എന്ന് പറയാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം തിരുവനന്തപുരത്തൊക്കെ തിന്നാൻ എന്നേ പറയുള്ളൂ. അവിടെ നാനാണ്, ഇവിടെ നാനാണ്. ഞങ്ങൾക്കും നാനാ. ബട്ടർ നാനാ അല്ല, ഗാർലിക്. അയ്യോ, ഭയങ്കര തമാശക്കാരി. അതെ അതെ. പിന്നെ ഓ എന്ന് പറഞ്ഞില്ലേ, അത് ഉഗ്രനായിരുന്നേ. അതൊന്ന് പാടും. ഈ മെലഡി ഇങ്ങനെ തേനായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ ഉണ്ട്. അത് ഓ പാടിയത് അത് സൂപ്പറായിരുന്നു. പിന്നെ ഒരു കൊട്ട പൊൻകിനാക്കൾ ഒന്നായി നിനക്ക് നൽകാം, അത് കൊള്ളായിരുന്നു കേട്ടോ. പഠിക്കേ. ഒരു കൊട്ട പൊൻകിനാക്കൾ ഒന്നായി നിനക്കു നൽകാം. ഒന്നായി എന്നുള്ളിടത്ത് ബാബുക്ക സംഗതിയുണ്ട്. ബാബുക്കയുടെ പാട്ടുകളിൽ ചിലതൊക്കെ ബാബുക്ക സംഗതിയാണ്. അതിന് ഹാർമോണിയമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ബാബുക്ക പാടുമ്പോഴത്തേക്കും ഹാർമോണിയം എങ്ങനെ വായിക്കപ്പെടുന്നോ അതിലെ നോട്ട്സ് തന്നെ ബാബുക്ക പാടുകയും ചെയ്യും. അപ്പൊ ബാബുക്കയുടെ തൊണ്ടയും അതുപോലെ ഹാർമോണിയത്തിന്റെ മ്യൂസിക്കും എല്ലാം ഒരുപോലെയാണ്. അതെങ്ങനെ ഈ കുഞ്ഞിന് ആ സംഗതി വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മീനുട്ടി, ആർക്കെങ്കിലും പിടി കിട്ടുന്നുണ്ടോ? ഒരു പിടിയില്ല. ഒരു അത്ഭുതം തന്നെ കേട്ടോ. കുട്ടിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ വന്നു. ഉണ്ണിച്ചേട്ടാ, യെസ്, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭയാണ്. ടാലന്റ് അല്ലേ? യെസ്, ശരിക്കും ഒരു എന്താ പറയുക, ഒരു ബോൺ ടാലന്റ് എന്നൊക്കെ പറയില്ലേ നമ്മള്. ജനിക്കുമ്പോ തന്നെ ആ ഒരു ടാലന്റുമായിട്ട് വന്നിരിക്കുകയാണ്. ബോൺ സിംഗർ എന്നൊക്കെ പറയാം. എന്തൊരു ക്രിസ്പ് അറിയോ, ഓരോ സാധനവും പാടുന്നത് ക്ലീൻ നോട്ട്സിൽ. അങ്ങനെ അത് ഒരു എഫേർട്ടും ഇല്ല. വളരെ അവിടെ BG വായിക്കുമ്പോൾ അവിടെ കളിക്കുക സുഖമായിട്ട്, എന്നിട്ട് കറക്റ്റായിട്ട് ക്രിസ്പായിട്ട് പിന്നെയും പാടുന്നു. അപാര ടാലന്റ് ആണ് മോളെ. God bless you മോളെ. She is a blessed child. Always I used to say. Yes. Too good. ഒന്നും പറയാനില്ല. ഈ പാട്ടൊക്കെ അൾട്ടിമേറ്റ്. കുട്ടി ശരിക്കും യു ആർ എ ബ്ലെസ്ഡ് ചൈൽഡ്. ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പാട്ടിന്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ അറിയാം. കുട്ടി അറിയാതെ അത് മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ പാടും ചെയ്യുന്നുണ്ട്. BG വരുമ്പോ ഒന്നുമില്ല, കോളാണ്, ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ആ ഉടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടു. അടുത്ത ഉടുപ്പിനുള്ള ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇനി വേണ്ടത് അതുപോലത്തെ ഒരു ഉടുപ്പാണ്. എന്തായാലും മിടുക്കിയായിട്ട് പാടിയേ ദ്യുതിക്കുട്ടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല മെച്ചുവർ ആയിട്ട് പാടി. ഒരു കൊച്ചു നൃത്തം ചെയ്താൽ അത് മാത്രം പോരും തോഴി. ഒരു കൊച്ചു നൃത്തം ചെയ്താൽ അത് മാത്രം പോരും തോഴി. പടിഞ്ഞാറേ മാനത്തുള്ള പടിഞ്ഞാറേ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക. മാർക്ക് കൊടുക്കുവാ. മാർക്ക് കൊടുക്കട്ടെ?
ഇതിനെ ഇനി എന്തിനാ താമസിപ്പിക്കുന്നല്ലേ എം ജെ സാർ സ്പീൻ, ആ. അല്ലേ? എത്ര കിട്ടുമായിരിക്കും ദ്യുതിക്കുട്ടി? 99 മീനുട്ടാ എന്ത് പറയുന്നു? എനിക്ക് 100 കൊടുക്കണം എന്ന് ആഗ്രഹം. കാരണം ഈ ഗുമ്പിള് ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പ് വരെ മറ്റേ നമ്മളൊരു ലാലങ്ങളുടെ നഖം വരെ അഭിനയം, അതുപോലെ ഉടുപ്പ് വരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് it is 100 out of 100 plus 2 stars. Congrats, ദ്യുതിക്കുട്ട. അങ്ങനെ വരട്ടെ നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് ഒരു മധുര മഴ. പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ